ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2024-25 സെക്കൻഡ് ടൈം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 1. We are living in a time where pollution levels are increasing unconditionally and people's lives are becoming difficult. Observe the picture. പൊല്യൂഷൻ്റെ ലെവൽ നല്ല കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ ജീവിതം ഡിഫിക്കൽട്ടില്ലേ, ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി പിക്ചേഴ്സ് ഷോ ദി ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനിൽ വായു മലിനീകരണം കാണിക്കുന്ന പിക്ചർ ഇതിലേതൊക്കെയാണ്? അപ്പോൾ എയർ പൊല്യൂഷൻ കാണിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് പിക്ചർ അല്ലേ, വാഹനങ്ങളുടെ പുക. ലാസ്റ്റത്തെ പിക്ചർ എന്തൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് അല്ലേ, അതിന്നും എയർ പൊല്യൂട്ട് ആവുന്നുണ്ട്. എയർ പൊല്യൂഷൻ അല്ലെ, വായു മലിനീകരണം കാണിക്കുന്ന പിക്ചർ ഫസ്റ്റ് പിക്ചറും ലാസ്റ്റ് പിക്ചറുമാണ്. അതായത് ഓപ്ഷൻ 4 A and D എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ, വി ഫേസ് മെനി പ്രോബ്ലംസ് റിലേറ്റഡ് ടു എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഗീവ് സജഷൻസ് ടു സോൾവ് ദിസ്. ഇത് സോൾവ് ചെയ്യാൻ ഒരു സജഷൻസ് തരാനാണ് പറഞ്ഞത്. റൈറ്റ് അറ്റ്ലീസ്റ്റ് 4 സജഷൻസ്, 4 സജഷൻസ് എങ്കിലും എഴുതണം. അപ്പോൾ ഇത് പരിഹരിക്കാൻ, സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിലെ പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. അതായത് ബസ്സൊക്കെ ഉപയോഗിച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് അതിൽ ഒരുമിച്ച് യാത്ര ചെയ്യാം അല്ലേ. നമ്മൾ ഓരോരുത്തർ ഓരോ വെഹിക്കിൾ ഉപയോഗിക്കുന്നതിന് പകരം എല്ലാവരും കൂടി ഒരു ബസ്സൊക്കെ ഉപയോഗിച്ചാൽ കുറേ എയർ പൊല്യൂഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഓരോരുത്തരും ഓരോ വെഹിക്കിൾ ഉപയോഗിക്കുന്നത് പകരം ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഉപയോഗിക്കുക. അവോയ്ഡ് ബേണിംഗ് പ്ലാസ്റ്റിക് അല്ലേ, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഒഴിവാക്കുക അല്ലേ. അങ്ങനെയൊക്കെ എയർ പൊല്യൂട്ട് ആവുകയാണ് അല്ലേ. എൻകറേജ് സൈക്ലിംഗ് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. യൂസ് സോളാർ എനർജി യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എയറിൻ്റെ പൊല്യൂഷൻ തടയാം. ആക്ടിവിറ്റി 2, ക്വസ്റ്റ്യൻ എ. Children are busy collecting pictures of different crops in India and preparing an album. Their names are given below. List them in order. ഒരു ആൽബം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ്, വെറൈറ്റീസ് ക്രോപ്സ്, അതിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുകയാണ്. അവയുടെ നെയിംസ് താഴെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഓർഡറിലാക്കുകയാണ് വേണ്ടത്. ഓരോന്നില്ലേ, ക്യാഷ് ക്രോപ്സ് ഏതൊക്കെയാണ് അത് ഈ ബോക്സിൽ എഴുതുക. ഫുഡ് ക്രോപ്സ് ഈ ബോക്സിൽ എഴുതുക. ഓയിൽ സീഡ്സ് ഏതൊക്കെയാണ് അത് ഇതിലെഴുതുക. ക്യാഷ് ക്രോപ്സ് ഏതൊക്കെയാണ്? ജൂട്ട്, കോട്ടൺ അല്ലേ. ജൂട്ടും കോട്ടണുമാണ് ക്യാഷ് ക്രോപ്പ് എന്ന് പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മൾ ക്യാഷ് ഉണ്ടാക്കാൻ, ഓർത്ത് വെക്കാൻ സിമ്പിളായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ വിൽക്കാനൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളില്ലേ, ജൂട്ടും കോട്ടണൊക്കെ ക്യാഷ് ക്രോപ്സ് ആണ്. നെക്സ്റ്റ് ഫുഡ് ക്രോപ്സിലെ നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നതില്ലേ, മൈസ്, വീറ്റിലെ ഗോതമ്പും മൈസുമാണ് നമ്മൾ ഫുഡ് ക്രോപ്സ് അല്ലേ, നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സിമ്പിളായിട്ട് അങ്ങനെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഓയിൽ സീഡ്സിലെ ഓയിലായിട്ടില്ലേ, സൺഫ്ലവർ ഓയിലുണ്ട്, സോയാബീൻ്റെ ഓയിലുണ്ട്. അപ്പോൾ ഓയിൽ കളക്ട് ചെയ്യുന്നത് ഓയിൽ സീഡ്സിലെ, ഓയിലായിട്ട് ബന്ധപ്പെട്ടത് ഓയിൽ എഴുതുക. ഓയിൽ സീഡ്സ്, ഫുഡ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ് ഓരോന്നും ഓരോ കളറിലാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ആ ബോക്സിലേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ബി ക്വസ്റ്റ്യൻ, ദർ ആർ ഡെഫിനിറ്റ് സീസൺസ് ഫോർ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ഓഫ് ഈച്ച് ക്രോപ്പ്. ഓരോ ക്രോപ്പുകൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് ഓരോ സീസൺ ഉണ്ട് അല്ലേ, കാലഘട്ടങ്ങളുണ്ട്. ഓരോ വിളകളും വിളയുന്നത് ഓരോ സീസണിലാണ് അല്ലേ. സീസണൽ ഫ്രൂട്ട്സ് ആണ് അല്ലേ, സീസണൽ ക്രോപ്സുകളാണ്. വിച്ച് ആർ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സെയ്ദ് കൾട്ടിവേഷൻ. സെയ്ദ് കൾട്ടിവേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, മെയിൻ ക്രോപ്സ് ആർ പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ ആൻഡ് ബജ്ര. മെയിൻ ക്രോപ്സ്, സെയ്ദ് കൾട്ടിവേഷൻ്റെ മെയിൻ ക്രോപ്സ് ഇതാണോ? അല്ല. ബി ക്വസ്റ്റ്യൻ, മെയിൻ ക്രോപ്സ് ആർ വാട്ടർമെലൻ, വെജിറ്റബിൾസ് ആൻഡ് ഫോർഡഡ് ക്രോപ്സ് അല്ലേ, ആണ് മെയിൻ ക്രോപ്സുകൾ. പ്രധാനപ്പെട്ട വിളകൾ, പ്രധാനപ്പെട്ട ക്രോപ്സുകൾ, മെയിൻ ആയിട്ടുള്ള ക്രോപ്സ് വാട്ടർമെലൻ, വെജിറ്റബിൾസ് ആൻഡ് ഫോർഡഡ് ക്രോപ്സ് ശരിയാണ്. സി, ദി കൾട്ടിവേഷൻ പീരിയഡ് എക്സ്റ്റെൻഡ് ഫ്രം ഒക്ടോബർ ടു നവംബർ. ഒക്ടോബർ മുതൽ നവംബർ വരെയാണോ ഇതിൻ്റെ സീസൺ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. ഡി ക്വസ്റ്റ്യൻ, ദി കൾട്ടിവേഷൻ സ്റ്റാർട്ട് ആഫ്റ്റർ റാബി ഹാർവെസ്റ്റ്. റാബി ഹാർവെസ്റ്റിന് ശേഷം അല്ലേ, അതിന് ശേഷമാണ് സെയ്ദ് കൾട്ടിവേഷൻ. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇത് രണ്ടും അല്ലേ, ഓപ്ഷൻ ബിയും ഡിയും ആണ് ശരിയായിട്ടുള്ളത് അല്ലേ. സെയ്ദ് കൾട്ടിവേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ബിയും ഡിയുമാണ്. ഇതിൻ്റെ മന്ത് ഏതാണ്? സെയ്ദ് കൾട്ടിവേഷൻ്റെ മാസം അല്ലേ, അത് ഓർത്ത് വെക്കാൻ എന്താണ്? വാട്ടർമെലൻ ഏത് സീസണിലാണ്? നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അല്ലേ വാട്ടർമെലൻ, തണ്ണിമത്തൻ, നമ്മളെ എക്സാമിൻ്റെ ആ ടൈമിന് അല്ലേ, മാർച്ച് ഏപ്രിൽ, അത് ഓർത്ത് വെക്കുക അല്ലേ. ആ ടൈമിലാണ് വാട്ടർമെലൻ്റെ സീസൺ. അപ്പോൾ ആ മാസങ്ങളിലാണ് അതിൻ്റെ കൾട്ടിവേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. ഒക്ടോബറും നവംബറും അല്ല. അപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിൽ ക്വസ്റ്റ്യൻ വരും അല്ലേ. അപ്പോൾ എല്ലാ ഓരോന്നിൻ്റെ സീസൺസ് പഠിച്ചു വെക്കുക. ഓർത്ത് വെക്കാൻ നിങ്ങൾ ഏത് മാസത്തിലാണ് ആ ഫ്രൂട്ട്
ഫ്രൂട്ട് ഉണ്ടാവുന്നത് ഏത് സീസണിലാണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. അത് ഓർത്തിട്ട് പഠിച്ചു വെച്ചാൽ വേഗം കിട്ടുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ഓൺ ദി ബേസിസ് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് അറ്റ്മോസ്ഫിയർ ഈസ് ഡിവൈഡഡ് ഇൻടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം ഡിഫറൻസിനനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ റീഡ് ദി ഗിവൺ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി അറ്റ്മോസ്ഫിയറിക് ലെയർ. അപ്പോൾ ഒരു ലെയറിൻ്റെ ക്യാരക്ടർ ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏത് അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ്? ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ ഏത് ലെയറിൻ്റെ ക്യാരക്ടറാണ് ഈ തന്നത്? ദി ലീസ്റ്റ് ടെമ്പറേച്ചർ ഈസ് ഫെൽറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഈ ലെയറിൽ ഏറ്റവും കുറവ് ടെമ്പറേച്ചറാണ്, ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, ഫെൽറ്റ് ചെയ്യുന്നത്. ഏതാണ് ആ ലെയർ? ഇറ്റ് ഈസ് ഇൻ ദീസ് ലെയേഴ്സ് മെറ്റിയോസ് ബേൺ ഡൗൺ. ഉൽക്കകളൊക്കെ ബേൺ ഡൗൺ, കത്തിച്ചാരമാകുന്നത് ഈ ലെയറിലാണ്. വിത്ത് ദി ഇൻക്രീസ് ഇൻ ഹൈ ടെമ്പറേച്ചർ ഡിഗ്രീസ്. ഹൈറ്റ് കൂടുന്തോറും എന്താണ് ടെമ്പറേച്ചർ കുറയുന്നത്, എല്ലാം ഈ ലെയറിലാണ്. അപ്പോൾ ഏതാണ് ആ ലെയർ? മീസോസ്ഫിയർ എന്ന് പറഞ്ഞ ലെയറിലാണ് മെറ്റിയോസ്, ഉൽക്കകളൊക്കെ ബേൺ ഡൗൺ ചെയ്യുന്നതും ഏറ്റവും ടെമ്പറേച്ചർ കുറവായിട്ട് അനുഭവപ്പെടുന്നതും അതുപോലെ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഡിഗ്രീസ് ആവുന്നൊക്കെ ചെയ്യുന്ന ലെയർ അല്ലേ. ഏത് ലെയർ? ഇത് ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? മീസോസ്ഫിയറിൻ്റെ സവിശേഷതയാണ്, ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ തന്നത്. ബി ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി വേസ് ഇൻ വിച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദി അറ്റ്മോസ്ഫിയർ. ഡസ്റ്റ് പാർട്ടിക്കിളിലെ പൊടിപടലങ്ങൾ അറ്റ്മോസ്ഫിയറിലേക്ക് റീച്ച് ചെയ്യുന്ന വേസ് ഏതൊക്കെ വഴികളിലാണ്, ഏതൊക്കെ വഴികളിലൂടെയാണ്, ഏതൊക്കെ വേസിലൂടെയാണ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്? ഡസ്റ്റ് പാർട്ടിക്കിൾ പൊടിപടലങ്ങൾ ത്രൂ വിൻഡിലെ, കാറ്റിലൂടെ എത്തും ഇല്ലേ. പൊടിപടലങ്ങൾ എത്തുന്നത് കാറ്റിലൂടെ എത്തും. ബൈ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പൊടിപടലങ്ങൾ എത്തും. ബൈ ബേണിംഗ് ഓഫ് മെറ്റിയോസ്, ഉൽക്കകൾ കത്തിക്കുന്നതിലൂടെയും പൊടിപടലങ്ങളെത്തും. ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയിലൂടെയും പൊടിപടലങ്ങൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡസ്റ്റ് പാർട്ടിക്കിൾ എത്തുന്നത് എന്നാണ് ചോദിച്ചത്. സി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദി മോസ്റ്റ് അബണ്ടൻ്റ്ലി ഫൗണ്ട് ഗ്യാസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗ്യാസ് ഏതാണ്? മോസ്റ്റ് അബണ്ടൻ്റ്ലി ആയിട്ട് കാണപ്പെടുന്ന ഗ്യാസ് ഏതാണ്? നൈട്രജൻ ഗ്യാസ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. Next activity 4 question A. Given below are the information collected by Anu regarding different agricultural methods. Find out the correct statement related to commercial crops. കൊമേഴ്ഷ്യൽ ക്രോപ്സുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതൊക്കെയാണ്? ഓപ്ഷൻ എ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അല്ലേ, നല്ല പൈസ ചിലവാക്കണം കൊമേഴ്ഷ്യൽ ക്രോപ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. നെക്സ്റ്റ് ബി യൂസ് ഓഫ് നോൺ ടോക്സിക് പ്രൊഡക്റ്റ്. സി സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഡി യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി. മോഡേൺ ടെക്നോളജിൻ്റെ യൂസ് അല്ലേ, കൊമേഴ്ഷ്യൽ ക്രോപ്പാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ക്രോപ്പിന് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും വേണം കൊമേഴ്ഷ്യൽ ക്രോപ്പിനല്ലേ. ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി വേണം. ഒക്കെ രണ്ടെണ്ണം, ഏതെങ്കിലും രണ്ടെണ്ണം ശരിയാണ്. അപ്പോൾ ഏത് രണ്ടെണ്ണമാണെന്ന് നോക്കുക അല്ലേ. അപ്പോൾ എന്താണ്? എയും ഡിയുമാണ്. എയും ഡിയും എന്ന് വരുന്നത്. തേർഡ് വൺ ആണ് ഓപ്ഷൻ എ ആൻഡ് ഡി എന്ന് വരുന്നത് അല്ലേ. രണ്ടെണ്ണം ശരിയാണ് അല്ലേ, ഏതെങ്കിലും രണ്ടെണ്ണം ഇതിൽ കറക്റ്റാണ്. ആ രണ്ടെണ്ണം ഏതാണ്? എയും ഡിയുമാണ്. നെക്സ്റ്റ് ഇതിലെ ബി ക്വസ്റ്റ്യൻ മിക്സ്ഡ് ഫാമിംഗ് ഷുഡ് ബി എൻകറേജ്ഡ്. ഫൈൻഡ് ദി റീസൺ ആൻഡ് മേക്ക് എ നോട്ട് ഓൺ ഇറ്റ്. അപ്പോൾ മിക്സ്ഡ് ഫാമിംഗ് നമ്മൾ എൻകറേജ് ചെയ്യണം. കാരണം എന്താണ്? അതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലേ. മിക്സ്ഡ് ഫാമിങ്ങിലൂടെ എല്ലാ ഫുഡ് ഐറ്റംസും, എല്ലാ ഫുഡ് വെറൈറ്റീസും നമുക്ക് കിട്ടും. എല്ലാ ഫുഡ് ഐറ്റംസും മിക്സ് ആയിട്ട് ഉണ്ടാക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. അതുപോലെ സെയിം ഫെർട്ടിലൈസർ ക്യാൻ ബി യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ക്രോപ്സ് അല്ലേ. ഒരുപാട് ക്രോപ്സിന് എന്താണ്? ഒരു ഫെർട്ടിലൈസർ തന്നെ ഉപയോഗിച്ചാൽ മതി. മിക്സ് ആയിട്ട് ഫാം ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ മതി. അതേപോലെ തന്നെ അപ്പോൾ ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, കോസ്റ്റ് കുറവായിരിക്കും, ചിലവ് കുറയും അല്ലേ. എല്ലാത്തിനും ഒരു ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ മതി, എല്ലാത്തിനും ഒരു ചിലവാണ് അല്ലേ. അപ്പോൾ കുറേ ചിലവുകൾ കുറയും. ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ക്രോപ്സ് അല്ലേ, ഒരുപാട് വിളകളുടെ കൂട്ടം അല്ലേ, ഒരുപാട് വിളകൾ നമുക്കവിടെ കിട്ടുന്നു. അവൈലബിലിറ്റി ഓഫ് എ വെറൈറ്റി ഓഫ് ഫുഡ് പ്രൊഡക്റ്റ് അല്ലേ, വെറൈറ്റി ഓഫ് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി, അതായത് ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നു അല്ലേ. മിക്സായിട്ട് ഫാം ചെയ്യുകയാണ് അല്ലേ, പല തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ ഒരുമിച്ച് ഫാം ചെയ്യുകയാണ്, അതാണ് മിക്സഡ് ഫാമിംഗ് അല്ലേ, മിക്സായിട്ട് ഫാം ചെയ്യുക. അപ്പോൾ ഒരുപാട് ഫുഡ് നമുക്ക് കിട്ടും. അതുപോലെ ലൈഫ് സ്റ്റോക്ക് ഫീഡ് കം ഫ്രം അഗ്രികൾച്ചർ അല്ലേ, ഇവിടെ നിന്ന് തന്നെ ലൈഫ് സ്റ്റോക്ക് ഇല്ലേ, കന്നുകാലികളുടെ ഫീഡ്, കന്നുകാലികളുടെ തീറ്റ നമുക്ക് അവിടുന്ന് തന്നെ കിട്ടുന്നു അല്ലേ, കന്നുകാലികൾക്കുള്ള തീറ്റയും അവിടുന്ന് തന്നെ അഗ്രികൾച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്നു. അതായത് മിക്സായിട്ട് ഫാം ചെയ്യുമ്പോൾ അല്ലേ എല്ലാ തരം അവിടെ തന്നെ ഉണ്ടാവും എല്ലാത്തിനുള്ളതും. അതുകൊണ്ട് തന്നെ മിക്സഡ് ഫാമിങ്ങിനെ നമ്മൾ എൻകറേജ് ചെയ്യണം അല്ലേ. ഒരുപാട് നേട്ടങ്ങളുണ്ട്, ക്യാഷിനാണേലും കുറേ ഒരുപാട് ഫുഡ് വെറൈറ്റീസ് കിട്ടും അല്ലേ, എല്ലാത്തിനാണേലും നമുക്ക് ലാഭം തന്നെയാണ്. അതുകൊണ്ട് മിക്സഡ് ഫാമിംഗ് ആണ് ഏറ്റവും നല്ലത് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ഫിസിയോഗ്രഫി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ക്ലൈമറ്റ്.
ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് അല്ലെ. കാലാവസ്ഥയെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഫിസിയോഗ്രഫി, അതായത് ഭൂപ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയെ അല്ലെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി പിക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഡു ദി റെയിൻ ഷാഡോ റീജിയൻസ് ഫോം. പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് നിരീക്ഷിച്ചിട്ട് എങ്ങനെയാണ് റെയിൻ ഷാഡോ റീജിയൻസ് ഫോം ചെയ്യുന്നത്, രൂപം കൊള്ളുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. റെയിൻ ഷാഡോ റീജിയൻ അല്ലെ, മഴ നീയൽ പ്രദേശങ്ങൾ, അതായത് റെയിൻ്റെ ഷാഡോ അല്ലേ, മഴ അവിടെ റെയിൻ ഇല്ല, അതിൻ്റെ ഷാഡോ അല്ലേ നീയൽ മാത്രമാണുള്ളത് ആ ഒരു പ്രദേശം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലേ, റെയിൻ ഇല്ലാത്ത ഭാഗം എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്. അതായത് മോയ്സ്ചർ ലാഡൻ വിൻസ് ആർ ഒബ്സ്ട്രക്റ്റഡ് ബൈ ദി മൗണ്ടെയ്ൻസ് ലൊക്കേറ്റഡ് അഗെയിൻസ്റ്റ് ദർ ഡയറക്ഷൻ റിസൾട്ടിങ് ഇൻ റെയിൻഫാൾ. അതായത് മോയ്സ്ചർ ലാഡൻ വിൻസ് ഇല്ലേ, മോയ്സ്ചർ ആയിട്ടുള്ള കാറ്റ് അല്ലേ, ഈർപ്പം കൊണ്ടുവരുന്ന കാറ്റ് മലയുടെ മുകളിൽ മൗണ്ടെയ്ൻസിന്മേലൊക്കെ തട്ടിയിട്ട് എന്താണ് അവിടെ റെയിൻഫാൾ, അവിടെ മഴ പെയ്യാൻ കാരണമാകും അല്ലേ, റെയിൻ പെയ്യാൻ കാരണമാകും. കേരള ലൊക്കേറ്റഡ് ഇൻ ദി വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി വെസ്റ്റേൺ ഗഡ്സ് റിസീവ് ഹെവി റെയിൻഫാൾ. നമ്മുടെ കേരളത്തിൽ അല്ലേ, കേരളൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ സ്ലോപ്പിലില്ലേ, ചെരുവുകളിൽ, അതായത് മലമുകളിലൊക്കെ തട്ടിയിട്ട്, മലമുകളിൽ ഈ കാറ്റ് വന്ന് തട്ടിയിട്ട് എന്താണ് മഴ പെയ്യും, അവിടെ എന്താണ് റെയിൻഫാൾ ഉണ്ടാവും. വൈൽ തമിഴ്നാട് ലൊക്കേറ്റഡ് ഇൻ ദി ഈസ്റ്റേൺ സ്ലോപ്പ് ഗെറ്റ് ലോ റെയിൻഫാൾ. തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലില്ലേ, അതായത് ഈസ്റ്റേൺ സ്ലോപ്പിൽ അല്ലേ, വെസ്റ്റിലല്ല ഈസ്റ്റിൽ, ഈസ്റ്റേൺ സ്ലോപ്പിൽ എന്തായിരിക്കും റെയിൻഫാൾ കുറവായിരിക്കും, മഴ കുറവായിരിക്കും അല്ലേ. ഒരു ഭാഗത്ത് അല്ലേ കേരളത്തിൽ നല്ല റെയിൻഫാൾ ആണെങ്കിൽ മറ്റേ ഭാഗത്ത് എന്തായിരിക്കും റെയിൻഫാൾ കുറവായിരിക്കും അല്ലേ. ആ റീജിയനാണ് റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. ദിസ് റീജിയൻ ഈസ് റെയിൻ ഷാഡോ റീജിയൻ അല്ലേ, മഴ കിട്ടാത്ത അല്ലേ, റെയിൻ ലഭിക്കാത്ത ഷാഡോ മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ, നിഴൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ ഈ വെസ്റ്റേൺ ഗഡ്സിലാണ് ഫുള്ള് റെയിൻ ഉള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റില്ലേ, അതായത് അതിൻ്റെ ഈസ്റ്റേൺ സ്ലോപ്പിൽ എന്താണ് ലോ റെയിൻഫാൾ ആണല്ലേ, മഴ കുറവാണ് അല്ലേ. ആ ഭാഗത്ത് എന്താണ് റെയിൻ്റെ ഷാഡോ നീയലാണ് ലഭിക്കുന്നത്, അതുകൊണ്ടാണ് ആ റീജിയനെ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഹൗ ഡു ദി റീജിയണൽ ഡിഫറൻസ് ഇൻ ഫിസിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ദി ലൈഫ് ഓഫ് ദി പീപ്പിൾ, പ്രിപ്പയർ എ നോട്ട്. ഇപ്പോൾ ഫിസിയോഗ്രഫിയിലും ക്ലൈമറ്റിലും അല്ലേ, കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും ഉണ്ടാകുന്ന പ്രാദേശിക വ്യത്യാസങ്ങൾ, ഡിഫറൻസ് നമ്മുടെ ജീവിതത്തെ അല്ലെ, പീപ്പിളിൻ്റെ ലൈഫിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അല്ലെ, അതിനെക്കുറിച്ചിട്ടൊരു നോട്ട് തയ്യാറാക്കാനാണ്. എന്തൊക്കെ റീജിയൽ ഡിഫറൻസ് ആണ് അല്ലേ ഉണ്ടാക്കുന്നത്. അതായത് നമ്മളെ ക്ലൈമറ്റ് കാലാവസ്ഥക്കനുസരിച്ചാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, നമ്മളെ വസ്ത്രധാരണ അല്ലേ, എല്ലാം നമ്മളെ ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഫിസിയോഗ്രഫിയും ക്ലൈമറ്റും നമ്മുടെ ഭൂപ്രകൃതിയും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ അല്ലേ, ചൂട് കൂടിയ സ്ഥലത്ത് അതിനനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ, തണുപ്പുള്ള സ്ഥലത്ത് നമ്മൾ സെറ്ററൊക്കെ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് അല്ലേ. അതിൽ നമ്മൾ ചേഞ്ച് ഉണ്ട്, ഫുഡ് ഹാബിറ്റ്സിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ, ഫുഡിൽ നമ്മൾ ചേഞ്ച് ഉണ്ട് അല്ലേ. ഓരോ സ്ഥലത്തുള്ള ആളുകളും ഓരോ തരം ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റ് അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ, നമ്മളെ ഹൗസിങ്, അഗ്രികൾച്ചറിലെ ഓരോ ക്ലൈമറ്റിനനുസരിച്ചാണ് ഓരോ ക്രോപ്സുകൾ ഉണ്ടാക്കുന്നത് അല്ലേ. അഗ്രികൾച്ചറിൽ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, നമ്മളെ സെലിബ്രേഷനിൽ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ക്ലോത്തിങ്, വസ്ത്രധാര അല്ലേ, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓരോ സീസണിലും ഓരോ സെലിബ്രേഷനാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. എന്തിലൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്? ദി അഗ്രികൾച്ചർ, ഫുഡ്, ഹൗസിംഗ്, ക്ലോത്തിങ്, റിച്വൽസ് ആൻഡ് സെലിബ്രേഷൻസ് ഓഫ് പീപ്പിൾ ഇൻ ഈച്ച് ഏരിയ ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഫിസിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ഓഫ് ദാറ്റ് റീജിയൻ അല്ലേ. ഇതെല്ലാം ആ സ്ഥലത്തെ ആ റീജിയനിലെ ക്ലൈമറ്റിനെയും ഫിസിയോഗ്രഫിനെയും അനുസരിച്ചിട്ടാണ് മാറ്റം വരുന്നത് അല്ലേ. പീപ്പിൾ അഡാപ്റ്റ് ദർ ലൈവ്ലിഹുഡ്, ഹൗസിംഗ്, ക്ലോത്തിങ് ആൻഡ് ഡെയിലി റൂട്ടീൻസ് ടു സ്യൂട്ട് ലോക്കൽ കണ്ടീഷൻസ് അല്ലെ. അതിന് അനുയോജ്യമായിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള ക്ലോത്തിങ്, ഹൗസിങ് അല്ലെ, എല്ലാ കാര്യങ്ങളും നമ്മളെന്താണ് ഡെയിലി റൂട്ടീനൊക്കെ അതിന് അനുയോജ്യമായിട്ട് സ്യൂട്ടാവുന്ന തരത്തിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അഡാപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, എ സക്സസ് സ്റ്റോറി. ഒബ്സർവ് ദി കൊളാഷ്. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര വികേന്ദ്രീകരണം. ഒബ്സർവ് ദി കൊളാഷ്, കൊളാഷ് നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് ഇൻ്റർവീൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് ദി ബ്രിഡ്ജ് കംപ്ലീറ്റഡ് ഇമ്മീഡിയറ്റ്ലി. ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടിട്ട് പാലം പണി വേഗം പൂർത്തിയാക്കിയില്ലേ. പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ പണി എന്താണ്? കംപ്ലീറ്റഡ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് പൂർത്തിയാക്കി. ഫാമേഴ്സ് കളക്റ്റീവ് അലീവ്, റീപ്പിംഗ് മെഷീൻ സെറ്റ് ഫോർ ദി ഫീൽഡ്സ്. കർഷക കൂട്ടായ്മ ഉണർന്നു. കൊയ്ത്തു യന്ത്രങ്ങൾ പാടത്തേക്ക് അല്ലേ, റീപ്പിംഗ് മെഷീൻസ് അല്ലേ, കൊയ്ത്തിൻ്റെ മെഷീൻസ് ഫീൽഡിലേക്ക് അല്ലേ, പാടത്തേക്ക്. പീപ്പിൾ ടേക്ക് ഇനീഷ്യേറ്റീവ് അല്ലേ, ജനങ്ങൾ എന്താണ് മുൻകൈ എടുത്തു. ഷെയ്ഡ് ബ്ലൂംസ് ഓൺ ദി റോഡ് സൈഡ് അല്ലേ, റോഡ് സൈഡിൽ എന്താണ് ബ്ലൂംസ് അല്ലേ, തണൽ വിരിഞ്ഞു അല്ലേ, തണൽ ഷെയ്ഡ് ബ്ലൂംസ് ചെയ്തു അല്ലേ, അതായത് തണൽ
പിരിഞ്ഞു. അപ്പോൾ കുറച്ച് കൊളാഷ് തന്നിട്ടുണ്ട്. സിക്സ്ത്തിൽ എ ക്വസ്റ്റ്യൻ, വിച്ച് മെക്കാനിസം അലോസ് ദി പീപ്പിൾ ടു ഇൻ്റർവെയിൻ ഡയറക്ട്ലി ഇൻ ദി ഗവർണൻസ് പ്രോസസ് ആസ് പാർട്ട് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്കില്ലേ, പീപ്പിളിന് ഡയറക്റ്റായിട്ട് അതിൽ ഇടപെടാനല്ലേ, അതായത് നേരിട്ട് ഭരണപ്രക്രിയയിൽ ഇടപെടാൻ കഴിയുന്ന സംവിധാനം ഏതാണ്? ഡയറക്റ്റായിട്ട് ജനങ്ങൾക്ക്, പീപ്പിളിന് അതിൽ ഇടപെടാൻ കഴിയുന്ന മെക്കാനിസം ഇതിൽ ഏത് സംവിധാനമാണ്? ഗ്രാമസഭയിൽ എല്ലാവർക്കും ഡയറക്റ്റായിട്ട് ഇടപെടാൻ കഴിയും, ഡയറക്റ്റായിട്ട് നേരിട്ട് അവർക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു സഭയാണ് ഗ്രാമസഭ. നെക്സ്റ്റ് സിക്സ്ത്തിൽ ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സിൻ്റെ ഒരു നോട്ട് എഴുതാനാണ്, അതായത് അധികാര വികേന്ദ്രണത്തിൻ്റെ സവിശേഷത അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് കുറച്ച് നോട്ട് എഴുതാനാണ്. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്. റീജിയണൽ ഡെവലപ്മെൻറ്റിനാണ് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നൽകുന്നത്. ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്. ഡെവലപ്മെൻറ്റിൻ്റെ നീഡ്സിലെ അതിൻ്റെ ആവശ്യകതയ്ക്കാണ് മുൻഗണന പ്രയോറിറ്റൈസ്ഡ്. അപ്പോൾ ഇതിൽ ഡെവലപ്മെൻറ്റൽ നീഡ്സിന് പ്രയോറിറ്റി മുൻഗണന ലഭിക്കും. അതായത് ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലോക്കൽ എക്കണോമി. ലോക്കൽ എക്കണോമീൻ്റെ ഡെവലപ്മെൻറ്റ്. മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ. ഈ അഡ്മിനിസ്ട്രേഷനിൽ കോമൺ പീപ്പിൾ, സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ പവർ ലഭിക്കുന്നു, അതുപോലെ പാർട്ടിസിപ്പേഷന് ലഭിക്കുന്നത്. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിൻ്റെ ഫീച്ചേഴ്സുകളാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് അല്ലേ, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന സെൻറ്ററിൽ അതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഇങ്ങനെ കോട്ടായിട്ട് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ പഠിച്ച് വെക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 7, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ടീച്ചേഴ്സ് ദാറ്റ് ദർ ഷാൾ ബി നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്താണ്? ജാതി, മതം റിലീജിയൻ, റേസ്, കാസ്റ്റ് സെക്സ്, വംശം, പ്ലേസ് ഓഫ് ബർത്ത് ജന്മസ്ഥലം ഇതിൻ്റെ ഒന്നും പേരിൽ ഒരു വിവേചനം, ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണല്ലേ, നമ്മളെ ടീച്ച് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണല്ലേ, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത് അല്ലേ. ഇതിലൊന്നും ഡിസ്ക്രിമിനേഷൻ ഒരു വേർതിരിവ് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ക്വസ്റ്റ്യൻ എ, റൈറ്റ് 2 റീസൺസ് ഫോർ ദി മാർജിനലൈസേഷൻ ഓഫ് സർട്ടൻ സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി സൊസൈറ്റി. അതായത് നമ്മുടെ സൊസൈറ്റിയിലെ ചില സെക്ഷൻ ആളുകളിലെ ചില വിഭാഗം ആളുകളിൽ എന്താണ് മാർജിനലൈസേഷൻ്റെ കാരണം എന്താണ്? 2 റീസൺ എഴുതാൻ, 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. മാർജിനലൈസേഷൻ്റെ റീസൺ കാരണങ്ങൾ എന്തൊക്കെയാണ്? പോവേർട്ടി ആൻഡ് റേസ്, സെക്ഷൽ ഓറിയൻറ്റേഷൻ ആൻഡ് ജെൻഡർ, റിലീജിയൻ ഓർ എത്നിസിറ്റി, ജോഗ്രഫി ഓർ ഹിസ്റ്ററി, ലെസ് റെപ്രസെൻറ്റേഷൻ ഇൻ പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഓർ റിച്വൽസ്, ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഓർ ക്ലോത്തിങ്, കാസ്റ്റ് ആൻഡ് ക്ലാസ്. ഇതിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ എന്താണ് മാർജിനലൈസേഷന് കാരണമാകുന്നുണ്ട്. ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതിയാൽ മതി. ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഓർ ക്ലോത്തിങ്, അല്ലെങ്കിൽ കാസ്റ്റ്, ക്ലാസ് ഇല്ല, അതിലൊക്കെയുള്ള ഡിഫറൻസ്, കൾച്ചറിലുള്ള വ്യത്യാസം, നമ്മുടെ ഭാഷയിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ലാംഗ്വേജിലുള്ള വ്യത്യാസം, റിലീജിയനിലുള്ള ഡിഫറൻസ് ഏതെങ്കിലും 2 നിങ്ങൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് 7th ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദി സോഷ്യൽ ഫാക്ടേഴ്സ് necessary for the existence of a society that considers the people of all sections. അപ്പോൾ എല്ലാ ജനങ്ങളെയും പരിഗണിക്കുന്ന എല്ലാ സെക്ഷനിലുള്ള പീപ്പിളിനെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സൊസൈറ്റിയുടെ നിലനിൽപ്പിന്, എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള സോഷ്യൽ ഫാക്ടേഴ്സ് എഴുതാനാണ് അതിൻ്റെ ഒരു നോട്ട് ഒരു സോഷ്യൽ ഫാക്ടർ സാമൂഹിക ഘടകം സോഷ്യൽ ഫാക്ടർ നമുക്ക് എന്ത് എഴുതാം? സോഷ്യൽ ഇക്വാലിറ്റി, എല്ലാവർക്കും തുല്യത സോഷ്യൽ ഇക്വാലിറ്റി എല്ലാവരെയും കൺസിഡർ ചെയ്യണമെങ്കിൽ എന്താണ്? എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തണം അതായത് സോഷ്യൽ ഇക്വാലിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ആൾ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള തുല്യമായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റിയും ട്രീറ്റ്മെൻറ്റും എല്ലാവർക്കും തുല്യമാവില്ലേ, അതായത് സോഷ്യൽ ഇക്വാലിറ്റി. സോഷ്യൽ ജസ്റ്റിസ്, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്. ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് അതായത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, എല്ലാവർക്കും ഒരുപോലെയുള്ള റൈറ്റ്സ്, അവകാശങ്ങളും അതുപോലെ പ്രൊട്ടക്ഷനും എല്ലാം ഒരുപോലെ ആക്കുക. എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രൊമോട്ടിങ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്സും എഡ്യൂക്കേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് എല്ലാ ജനങ്ങളെയും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സിൽ എല്ലാവരെയും കൺസിഡർ ചെയ്യുക, എല്ലാവർക്കും എന്താണ് തുല്യത ഉറപ്പ് വരുത്തുക, എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരെയും ഒരുപോലെ ഈക്വലായിട്ട് കാണുക. ഇതൊക്കെയാണ് എല്ലാവരും എഡ്യൂക്കേഷൻ അവയർനെസ് ഒക്കെ കൊടുക്കുക, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക. ഇതൊക്കെയാണ് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 8, കർണാടക, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ആൻഡ് ബീഹാർ ആർ ദി മെയ്സ് ഫാമിംഗ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഷെയ്ഡ് ദീസ് സ്റ്റേറ്റ്സ് ആൻഡ് നെയിം ദം ഓൺ ദി ഗിവൺ ഔട്ട്ലൈൻ ഓഫ് ഇന്ത്യ.
മെയ്സ് ഫാമിംഗ് സ്റ്റേറ്റ്സ്, അതായത് ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ്സ് ആണ് കർണാടക, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ. ഇവിടെ താഴെ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് ഈ സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ് അടയാളപ്പെടുത്താനാണ്. കർണാടക എവിടെയാണ്? ഫസ്റ്റ് കർണാടക അല്ലേ, കേരളം, കർണാടക ഇവിടെയാണ്. കർണാടക ഇവിടെ അടയാളപ്പെടുത്തുക, ഷെയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ഉത്തർപ്രദേശ് അല്ലേ, ഈ ഭാഗത്തായിട്ട് വരും. ഉത്തർപ്രദേശ് ഇവിടെ അടയാളപ്പെടുത്തുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് ലെറ്റർ എഴുതിയെന്നുള്ളൂ, ബാക്കി ഉത്തർപ്രദേശ് നിങ്ങൾ എഴുതണം. ഇവിടെ അടയാളപ്പെടുത്തുക. രാജസ്ഥാൻ എവിടെയാണ്? ഇവിടെയാണ് രാജസ്ഥാൻ അല്ലേ, ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ രാജസ്ഥാൻ എന്ന് നിങ്ങൾ എഴുതണം. മഹാരാഷ്ട്ര കർണാടകയുടെ മേലല്ലേ, മഹാരാഷ്ട്ര എം എന്ന് ഫസ്റ്റ് ലെറ്റർ എഴുതിയിട്ടുള്ളൂ ഞാൻ. മഹാരാഷ്ട്ര അടയാളപ്പെടുത്തുക, ഷെയ്ഡ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് ബീഹാർ എവിടെയാണ്? ഉത്തർപ്രദേശിൻ്റെ അടുത്ത് അല്ലേ, ബീഹാർ. അപ്പോൾ ഇവിടെ ബീഹാർ അല്ലേ, അപ്പോൾ ഇത് ഷെയ്ഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ എവിടെയാണ് മാപ്പ് നന്നായിട്ട് പഠിച്ച് വെക്കുക. എവിടെയൊക്കെയാണെന്ന് മാപ്പ് നിങ്ങൾക്ക് തരും. ഏതെങ്കിലും സ്റ്റേറ്റ്സൊക്കെ അടയാളപ്പെടുത്താൻ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മാപ്പ് തന്നിട്ട് അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ മാപ്പ് നന്നായിട്ട് പഠിച്ച് വെക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ 2024-25 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ നമ്മളെല്ലാം സോൾവ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ മറ്റുള്ള വിഷയങ്ങൾ എൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.